മുനീർ ഭായ്, വെളിയങ്കോട് എന്നൊക്കെ കേൾക്കുമ്പോൾ ഞങ്ങൾ പഴയ കാലത്ത് വെളിയങ്കോട് എന്ന് കേട്ട് കഴിഞ്ഞാൽ കടപ്പുറം ഏരിയ, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളുള്ള സ്ഥലമാണ്. പിന്നെ അവരങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും. പക്ഷേ ഞങ്ങൾ മുനീർ ഭായിനായിട്ട് ഞാൻ ഒരു 2 വർഷം മുന്നേ പരിചയപ്പെട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് നിങ്ങളുടെ അത്ര സ്നേഹം ലോകത്ത് എവിടെ പോയാലും കിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത് ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അതിനെക്കുറിച്ച് മുനീർ ഭായ് എന്താ പറയുന്നത്? ഇവിടെ നമ്മളെന്താ വെച്ചാൽ എല്ലാവരായിട്ടും നല്ല തന്നെ പറയാൻ പണ്ട് കാലത്ത് പറഞ്ഞിരുന്നതെന്ന് വെച്ചാൽ കിഴക്കൻ മേഖലയുള്ളവർ പറയും പടിഞ്ഞാറ് മേഖല മോശമാണ്. അങ്ങനെ ഇപ്പം അങ്ങനത്തെ ഇതൊന്നുമില്ല. എല്ലാവരും ഇവിടെ വന്നു പോകുന്നു, വീശാൻ വരുന്നു, അങ്ങനെ പല മത്സ്യത്തൊഴിലാളി എല്ലാ കാര്യങ്ങൾക്കുമായിട്ട് അന്നും ഇല്ല. ഇപ്പം എല്ലാവരും അതിൻ്റെ മുൻപന്തിയിൽ ഇതായിട്ട് ഇരിക്കുകയാണ്. നമ്മൾ 2 വർഷം മുന്നേ വന്നിട്ടൊരു വീഡിയോ എടുത്തിട്ടുണ്ട്. അത് ഒരുപാട് ജനങ്ങൾ കണ്ടിട്ടുണ്ട്. അന്ന് മുനീർ ഭായിനായിട്ട് എനിക്ക് പരിചയം ഉണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് പിന്നെ മുനീർ ഭായിനെ മറക്കാൻ പറ്റാത്തൊരു അവസ്ഥയായിരുന്നു. പിന്നീട് മുനീർ ഭായിനായിട്ടുള്ള ബന്ധങ്ങളൊക്കെ വിട്ടു. പക്ഷേ വീണ്ടും നമ്മളിന്ന് കണ്ടുമുട്ടി. അപ്പോൾ അതുകൊണ്ടാണ് ആ സന്തോഷം കൂടി പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നത്. പക്ഷേ ഇന്ന് മഴയായി പോയതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ വീഡിയോകളൊന്നും ശരിക്കും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഒരുപാട് സന്തോഷം മുനീർ ഭായ്. നമസ്കാരം പ്രിയപ്പെട്ടവരെ. കാലം എത്ര പെട്ടെന്നാണ് കടന്നു പോകുന്നത്. ഞങ്ങളുടെ ഈ യാത്ര മലപ്പുറത്തിൻ്റെ തീരദേശ ഭംഗി തുളുമ്പുന്ന വെളിയങ്കോട് കടപ്പുറത്തേക്കാണ്. വെളിയങ്കോട് എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സ് ഇന്നലകളിലേക്ക്, ഒത്തിരി പഴയൊരു കാലഘട്ടത്തിലേക്ക് തിരിഞ്ഞു നടക്കുകയാണ്. അതൊരു പഴയ കാലമായിരുന്നു. ഞാനിവിടെ പങ്കുവയ്ക്കുന്നത് 1970കളിലെ എൻ്റെ ഓർമ്മകളാണ്. അന്ന് ഞങ്ങളുടെ നാട്ടിലേക്കുള്ള മീൻ വരവ് ഈ വെളിയങ്കോട് കടപ്പുറത്തു നിന്നായിരുന്നു. ഭേദപ്പെട്ട റോഡുകളോ വാഹന സൗകര്യങ്ങളോ ഇല്ലാത്ത ആ കാലത്ത് കിലോമീറ്ററുകൾ താണ്ടി തലച്ചുമടായിട്ടാണ് അന്ന് മീൻ കൊണ്ടുവന്നിരുന്നത്. മൂക്കുതല പോസ്റ്റ് ഓഫീസിന് സമീപം ആളുകൾ കാത്തു നിൽക്കുന്ന ആ കാഴ്ച ഓർമ്മയില്ലേ? വൈകുന്നേരം 4 മണിയാകുമ്പോൾ നാട്ടുകാർ റോഡരികിൽ കണ്ണുനട്ടിരിക്കും. കാരണം ആ സമയത്താണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട അബൂബക്കർക്ക വരുന്നത്. മീൻ തലയിൽ നിന്ന് ഇറക്കി വെച്ച ഉടൻ അടുത്തുള്ള എൻ്റെ അച്ഛൻ്റെ ചായക്കടയിലേക്ക് നോക്കി കടുപ്പത്തിലൊരു ചായ എടുക്കാൻ ആവശ്യപ്പെടും. ആ അബൂബക്കർക്കായെ ഈ നാട് എങ്ങനെയാണ് മറക്കുക? പ്രകൃതിയും ചേർന്നു പാടും അനുരാഗം. എന്നാൽ ഇന്ന് വെളിയങ്കോട് ആകെ മാറിയിരിക്കുന്നു. അന്നത്തെ ആ ഗ്രാമവഴികൾ ഇന്നൊരു വലിയ മാറ്റത്തിൻ്റെ പാതയിലാണ്. കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ തീരദേശ റോഡുകൾ ഈ ദേശത്തിലൂടെ കടന്നു പോകുമ്പോൾ വെളിയങ്കോടിൻ്റെ മുഖച്ഛായ തന്നെ മാറി മറിഞ്ഞിരിക്കുന്നു. പുതിയ വികസനത്തിൻ്റെ ഭാഗമായി ടൗണിൻ്റെ പകുതി ഭാഗവും ഇന്ന് 6 വരിപ്പാത കവർന്നെടുത്തിരിക്കുന്നു. എങ്കിലും തിരക്കുകൾക്കും കോൺക്രീറ്റ് കാടുകൾക്കും ഇടയിലും ഈ കടപ്പുറത്തിൻ്റെ തിരമാലകൾക്ക് ഇന്നും പഴയ അതേ ഈണമാണ്. പഴയകാലത്തിൻ്റെ സ്മരണകളും പേറി നിൽക്കുന്ന ഈ മണ്ണിലൂടെ കടലിൻ്റെ ഇരമ്പവും തൊട്ടറിഞ്ഞ് ഞങ്ങൾ വീണ്ടും ആ പഴയ ഓർമ്മകളിലേക്ക് ഒന്നുറക്കെ നടക്കുകയാണ്. വരൂ, തിരക്കുകൾക്കും കോൺക്രീറ്റ് കാടുകൾക്കും ഇടയിലും ഈ കടപ്പുറത്തിൻ്റെ തിരമാലകൾ ഇന്നും പഴയ അതേ ഈണത്തിൽ നമ്മെ സ്വാഗതം ചെയ്യുകയാണ്. പഴയകാലത്തിൻ്റെ സ്മരണകളും പേറി നിൽക്കുന്ന ഈ മണ്ണിലൂടെ, ഈ സുന്ദരമായ കാഴ്ചകളിലൂടെ നിങ്ങളും ഒപ്പം പോരൂ. ഈ യാത്രയിലേക്ക് ഞങ്ങൾ നിങ്ങളെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ജന്മങ്ങൾ ഒരു മധുരരാഗമായി തീരുന്നു ജീവനിൽ.
പ്രിയപ്പെട്ടവരെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. ആദ്യമായി കാണുന്നവരാണെങ്കിൽ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു പോകാനും മറക്കരുത്. ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യാനും മറക്കില്ലെന്ന് കരുതുന്നു. വീണ്ടും അടുത്തൊരു വീഡിയോ ആയി വരുന്നതുവരേക്കും നന്ദി, നമസ്കാരം.